ഹലോ വെൽക്കം ഓൾ. എല്ലാവർക്കും വീണ്ടും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സ്വാഗതം നിങ്ങളെ നേരെ കൊണ്ടുപോകാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ MCQ ഡിസ്കഷനല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ് സ്റ്റഡിയും കണ്ടൻറ് അനാലിസിസും അതിനുശേഷമുള്ള MCQൻ്റെ ഡിസ്കഷൻസും ഒക്കെ കണ്ടതല്ലേ നമ്മളെല്ലാവരും. ഒരുപാട് രീതിയിലുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, അസേർഷൻ, റീസൺ, മാച്ച് ദ ഫോളോവിങ്, നേരിട്ടുള്ള ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെ ഒട്ടനവധി ചോദിക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെയൊക്കെ നമ്മളവിടെ നോക്കിപ്പോയിട്ടുണ്ട്. ഇതിന് വിപരീതമായി ഇനി അടുത്തിടെ നടക്കാവുന്ന ചില കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫെയർസ് ഏതെങ്കിലും നദിയുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു PYQ ഡിസ്കഷനിലും അത്തരത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയിട്ടുണ്ടായിരുന്ന കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടും ചോദ്യങ്ങൾ നമ്മുടെ നദികൾ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പർട്ടിക്കുലർലി ഇപ്പോൾ ഹിമാലയൻ റിവേഴ്സൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ടോപ്പിക്കുകൾ നിങ്ങളും പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സ്റ്റാറ്റിക് കണ്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിനകത്ത് ഒരുപാട് കറണ്ട് അഫെയർ റിലവൻസ് കൊണ്ടുവരാൻ പറ്റില്ല, ബിക്കോസ് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, ഡൈനമിക്കാണ്. സോ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപുള്ള കറണ്ട് അഫെയർസ് എന്തെങ്കിലും നദികളുമായിട്ട് അസോസിയേറ്റ്, ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഡാം, അണക്കെട്ട്, നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറയും. അഞ്ചുഖണ്ഡ് പാലവും ചെനാബ് റെയിൽ ബ്രിഡ്ജിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വിശേഷങ്ങളെ പറ്റി നമ്മളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതെല്ലാം കറണ്ട് അഫെയർ ആണ് താനും. അപ്പോൾ അത്തരത്തിൽ അതിന് പുറമെ മറ്റെന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും നദിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറണ്ട് അഫെയർ സിഗ്നിഫിക്കൻസിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു മേക്ക് എ നോട്ട് ഓൺ ദാറ്റ് കേട്ടോ. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു നോട്ട് ഉണ്ടാക്കിയിരിക്കണം. അന്ന് പഠിച്ച് പത്രം വായിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരുന്നാൽ മതിയാവും അത്തരത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നാഷണൽ അറ്റൻഷൻ കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പരമാവധി നിങ്ങളും ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി PYQ ഡിസ്കഷൻസ് ഫോർ ടുഡേ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദി ക്വസ്റ്റ്യൻ ബീങ്, വിച്ച് ആർ ദി ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ കേരള? കേരളത്തിലെ കിഴക്കൊഴുകുന്ന നദികൾ ഏത് എന്നൊക്കെ തിരിച്ചറിയാനുള്ളൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. മഹാനദി, നർമ്മദ, ഗംഗ ആൻഡ് താപ്തി. ഇതിൽ ആരൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്നവരെന്നാണ് നമ്മുടെ ചോദ്യം. പറഞ്ഞു, നമ്മൾ ഹിമാലയൻ റിവർ സിസ്റ്റമാണ് പഠിച്ചത്, പെനിൻസുലാർ റിവർ സിസ്റ്റം പഠിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന 2-3 കാര്യങ്ങളുള്ളത്. എസെൻഷ്യലി ഗംഗ എന്ന നദി ശരിക്കും കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് നമുക്കറിയാം. ഗംഗ ഈസ് ആൻ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ദാറ്റ് വി നോ ഓഫ്. ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്, ശരിയല്ലേ? ഗംഗ ഒഴുകുന്നത് ഇങ്ങനെയാണ്, അതായത് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സോ ഗംഗ എന്തായാലും ഉത്തരത്തിൽ വരുന്നുണ്ടാവും. സോ ഗംഗ ഉത്തരത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം 3 ഉറപ്പായിട്ട് ഉത്തരത്തിൽ വരുന്നതാണ്. അപ്പോൾ 3 ഇല്ലാത്ത ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം അതിനെ ഒഴിവാക്കി കളയാം. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇതിൽ 3 ഉണ്ട്, എല്ലാത്തിലും 3 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടു. അപ്പോൾ ഇനി ഉപദ്വീപീയ നദികളെ പറ്റിയും കൂടി മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് എഴുതാൻ പറ്റുക. പിന്നെ ഇവിടെ നമ്മൾ പെനിൻസുലാർ റിവേഴ്സിൽ മേജറായിട്ടുള്ള നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവന്മാരായിട്ട് നമ്മൾ ആകെ പഠിക്കുന്നത് നർമ്മദയും താപ്തിയുമാണ്. ഓക്കെ, നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ്. രണ്ടുപേരും അടുത്തടുത്ത് തന്നെ വിന്ധ്യ സത്പുര റേഞ്ചസിനൊക്കെ ഇടയിലൂടെയൊക്കെ ഒഴുകി അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നവന്മാരാണ് നർമ്മദയും താപ്തിയും. അപ്പോൾ ഈ 2 നദികൾ വെസ്റ്റ് ഫ്ലോയിങ് ആയതുകൊണ്ട് ഇവന്മാർ 2 പേരും ഉത്തരത്തിൽ വരേണ്ടതില്ല. അപ്പോൾ 2ഉം വേണ്ട, 4ഉം വേണ്ട. ക്ലിയർ ആണേ? 2ഉം വേണ്ട, 4ഉം വേണ്ട. 2ഉം 4ഉം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഉള്ളി. ശരി, ഉത്തരം കിട്ടി, ഓപ്ഷൻ സി ആണ്. ഇത് നമുക്ക് ഉപദ്വീപീയ നദികളും കൂടെ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കും. നർമ്മദ, താപ്തി എന്നീ 2 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണെന്നും മഹാനദി കിഴക്കോട്ട് തന്നെ ഒഡീഷ എന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒഴുകുന്നതാണ് ഒഡീഷ എന്ന സംസ്ഥാനം നോക്കിയാൽ തന്നെ ഇന്ത്യയുടെ ഏതാണ്ട് കിഴക്കേ ഭാഗത്തായിട്ടാണ് നമുക്ക് ഒഡീഷ എന്ന സംസ്ഥാനം കാണുക പോലും. അതുകൊണ്ട് തന്നെ അത് ഒബ്വിയസ്ലി ഒരു കിഴക്കോട്ട് ഒഴുകുന്ന നദിയായിട്ട് തന്നെ പറയേണ്ടി വരും നർമ്മദയുടെ കാര്യത്തിൽ. അങ്ങനെയും കണക്ട് ചെയ്യാം. സോ ഇതെല്ലാം ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിലാണ് നമുക്ക് എഴുതാൻ പറ്റുക. നിങ്ങൾ എന്തായാലും ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാവും പരീക്ഷയ്ക്ക് പോവുക കേട്ടോ. ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടാവില്ല. പരീക്ഷ ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ട് പഠിച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് നിസ്സംശയം എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of drainage pattern usually found on maturely dissected dome structures encircled with an alternate weak and hard rock. ഇത് കൃത്യമായി ആനുലാർ പാറ്റേണിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മൾ പഠിച്ചതാണ്. ആനുലാർ, സെൻട്രിപിറ്റൽ, പാരലൽ, റേഡിയൽ, ട്രെല്ലിസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് പാറ്റേൺസിനെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ ആ കൂട്ടത്തിൽ നമ്മൾ ആനുലാർ പാറ്റേൺ ഡിസ്കസ് ചെയ്തതിനകത്ത് പറഞ്ഞിരുന്ന ഒരു ഡെഫിനേഷന് സമാനമായ രീതി തന്നെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്.
സോ ഉത്തരം ആനുലാർ പാറ്റേൺ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി: ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, തെഹ്രി ഡാം, സർദാർ സരോവർ അണക്കെട്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായി മാർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭക്രാനങ്കൽ, സത്ലജ് ഡാം, എക്സ്പ്ലനേഷൻ യെസ്. തെഹ്രി ഡാം ഭഗീരഥയിലാണ് വരേണ്ടത്. തെഹ്രി ഡാം എവിടെയാണ് വരേണ്ടത്? ഭഗീരഥയിലാണ് വരേണ്ടത്. പക്ഷെ തെഹ്രി എവിടെയാണ് തന്നേക്കുന്നേ? തെഹ്രി ഇവിടെ തന്നിരിക്കുന്നത് കൃഷ്ണ എന്നാണ്. തെഹ്രി ഡാം ആരെന്നാണ് തന്നേക്കുന്നത്? കൃഷ്ണ എന്നാണ് തന്നേക്കുന്നത്. തെഹ്രി ഡാം ആരായിട്ടാണ് വരേണ്ടത്? ഭാഗീരഥി. തെഹ്രി ഡാം ഷുഡ് ബി കമ്മിങ് അണ്ടർ ഭഗീരഥി. അത് ഭഗീരഥിയിലാണ്, ഗംഗയുടെ ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള നദിയെ നമ്മൾ പറഞ്ഞില്ലേ, ഗംഗയുടെ പോഷക നദി എന്ന് തന്നെ നമ്മൾ പറയും, ട്രിബ്യൂട്ടറി എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് ഭഗീരഥി. അപ്പോൾ അത് തെറ്റാണ്. 3 തെറ്റാണ് കേട്ടോ, 3 തെറ്റാണ്. 1, 2, 4 ഇവിടെ ശരി ഉത്തരം കേട്ടോ. ബാക്കിയൊക്കെ ശരിയാണ്. ഭക്രാനങ്കൽ സത്ലജില്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദാ നദിയും ആണ് താനും. ഓക്കെ, റൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, സർദാർ സരോവർ ഇവിടെ കാണാം, നർമ്മദാ നദിയിലിരിക്കുന്ന കാണാം സർദാർ സരോവർ. തെഹ്രി ഡാം ഇവിടെ കാണാം, കണ്ടോ? ഇത് ഗംഗാ റിവറിൻ്റെ അപ്സ്ട്രീമിൽ വരുന്ന ഭാഗീരഥിയിലായിട്ടാണ് തെഹ്രിയെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഹിരാക്കുഡ് ഇവിടെ നിങ്ങൾക്ക് മഹാനദിയിൽ ഹിരാക്കുഡ് മാർക്ക് ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനദിയിൽ ഹിരാക്കുഡ് മാർക്ക് ചെയ്തിരിക്കുന്നതും കാണാം. പിന്നെ യെസ് ദാ സത്ലജാണിത്, സത്ലജ് കണ്ടോ? സത്ലജിനകത്ത് ആരെയും മാർക്ക് ചെയ്തിട്ടുണ്ട്? ഭക്രാനെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മാർക്കിങ്സ് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ തെഹ്രി മാത്രമാണ് തെറ്റിപ്പോയത്. കൃഷ്ണ നദി എന്ന് പറയുമ്പോൾ ഈ പോർഷനിലേ വരുന്ന നദിയല്ല. കൃഷ്ണ അങ്ങ് താഴെ സൗത്ത് ഇന്ത്യയിൽ വരുന്ന നദിയല്ലേ, ഈ പോർഷനിലേ വരുന്ന നദിയല്ല. പക്ഷേ തെഹ്രി എന്ന് പറയുന്നത് ഇവിടെ ഗംഗാ നദിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഭഗീരഥിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് തെറ്റായിപ്പോയി? തെഹ്രി ഡാം കൃഷ്ണ എന്ന് തന്നിരിക്കുന്ന മാർക്കിംഗ് തെറ്റായിപ്പോയി. അതുകൊണ്ട് ഉത്തരം സി ആണ് നമുക്കിവിടെ ശരിയായി വരുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ സി ആണ് ശരി. ക്ലിയർ അല്ലേ മക്കളെ? ഭക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദാ നദി. സർദാർ സരോവർ നർമ്മദാ നദിയുമാണ്. ക്ലിയർ ആണോ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിന്ധു നദിയുടെ പോഷക നദികളാണ് ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഝലം, ചെനാബ്, കോസി, ബിയാസ്, സത്ലജ്. ഝലം, ചെനാബ്, രവി, തീസ്ത, സത്ലജ്. ഝലം, സോൺ, രവി, ബിയാസ്, സത്ലജ്. എനിക്ക് ഒരു സംശയവും വേണ്ട. യെസ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം തന്നെയാണ് ഓപ്ഷൻ എ. ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് കേട്ടോ. ആദ്യത്തേത് തന്നെയാണ് ശരി ഉത്തരമായി തന്നിരിക്കുന്നത്. സിന്ധുവിൻ്റെ പോഷക നദികളാണ് ഈ പറയുന്ന പ്രധാന പഞ്ച് നദികളെന്ന് 5 നദികളെന്ന് പറയുന്നത് ഇവന്മാരാണ്. ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നത് സിന്ധുവിൻ്റെ പോഷക നദികളായിട്ട്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നേരിട്ടുള്ള രീതിയിൽ തന്നെ ചോദിച്ചിരിക്കുന്നൊരു ചോദ്യം. സംശയത്തിൻ്റെ ഒരു നിഴലും അവിടെ ബാക്കിയില്ല. അടുത്തൊരു ചോദ്യം. ഇതൊരല്പം ബുദ്ധിമുട്ടേറിയൊരു ചോദ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദുൽഹസ്തി അണക്കെട്ട്, ഹിമാചൽ പ്രദേശ്, ചെനാബ്. അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണ നദി. സർദാർ സരോവർ രാജസ്ഥാനിലാണ്, റിവർ താപ്തി. അതുപോലെ ശ്രീശൈലം, ആന്ധ്രാപ്രദേശ്, ഗോദാവരി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായി അടയാളപ്പെടുത്തിയിരിക്കുന്നയാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അതിനർത്ഥം വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇത് തന്നെയാണ് ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ ഇതിൽ 3 എണ്ണവും തെറ്റ്, ഏതോ ഒരെണ്ണം മാത്രം ശരിയാകാനാണ് സാധ്യത എന്നുള്ളതാണ്. ഏതൊക്കെയാണ് തെറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ? നോക്കിക്കോ. ദുൽഹസ്തി വരേണ്ടത് ചെനാബ് നദിയിലാണ്. ജമ്മു ആൻഡ് കശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് ദുൽഹസ്തി വരുന്നത്. ദുൽഹസ്തി ഏതിലാണ് വരുന്നത്? ചെനാബ് നദിയിലാണ് വരേണ്ടത്. അതുപോലെ സർദാർ സരോവർ പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ. അത് നർമ്മദാ നദിയിലാണ്, ഗുജറാത്ത് എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട്. ശ്രീശൈലമാകട്ടെ തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഭാഗമായി കൃഷ്ണ നദിയിലാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാം. ദുൽഹസ്തിയും സർദാർ സരോവറും ശ്രീശൈലവും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ
ഇതിൽ ശരി ഉത്തരമായി വന്നിരിക്കുന്നത് ആരായിരിക്കണം? ഓപ്ഷൻ ബി അലമാട്ടി അണക്കെട്ട് അല്ലേ. ഇവിടെ ദുൽഹസ്തി ഹിമാചൽ പ്രദേശിൽ നിന്നും ചെനാബ് എന്ന് തന്നേക്കുന്നത് അല്ല, ഇവിടെ ജമ്മു ആൻഡ് കാശ്മീറാണ് വരേണ്ടിയത്. സർദാർ സരോവർ രാജസ്ഥാൻ എന്നും താപ്തി എന്നുമാ തന്നേക്കുന്നത് അല്ല, ഇവിടെ ഗുജറാത്തും ഇവിടെ നർമ്മദയുമാണ് വരേണ്ടിയത്. ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഗോദാവരി എന്നാണ് തന്നേക്കുന്നത് ആണോ? അല്ല, കൃഷ്ണയാണ് വരേണ്ടിയത്. ശരിയല്ലേ? ശ്രീശൈലം കൃഷ്ണ നദിയാണ് വരേണ്ടത്, പക്ഷെ തന്നേക്കുന്നത് ഗോദാവരി എന്നാണ്. ആന്ധ്രാപ്രദേശ് ഗോദാവരി. ഓക്കെ, അതുകൊണ്ട് അതും തെറ്റി. ശരി ഏതാണ്? അലമാട്ടി ഡാം കർണാടകയിലാണ്, കൃഷ്ണ നദിയിൽ. ഇത് മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പാട് തന്നെയാണ് കേട്ടോ. അണക്കെട്ടുകളും പിന്നെ നമ്മുടെ നദികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന അണക്കെട്ടുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത് കൂടുതലും 10th +2 ലെവൽ പരീക്ഷകൾക്കാണ് ഇങ്ങനെ അണക്കെട്ടുകൾ കണക്ട് ചെയ്യാനായിട്ട് ചോദിക്കുക. നമുക്ക് കൂടുതലും കുറച്ചുകൂടി കാര്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെ തന്നെ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും ഓർത്തേക്കുക, ഇതിങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യവും വരാവുന്നതേ ഉള്ളൂ. ക്ലിയർ? അടിപൊളി. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം: ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ച് തുടങ്ങിയ സമയത്ത് ഡിസ്കഷനിൽ വേണ്ടിയിട്ടെന്ന പോലെ വന്ന ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു. അന്ന് നമ്മളതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളതിൻ്റെ ഉത്തരം നോക്കാനുള്ള ശ്രമം നടത്താൻ പോവാണ്. ഓക്കെ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. സിന്ധു നദി നംചാ ബർവയെ കീറിമുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്നു. സിന്ധു നദി എവിടെ കിടക്കുന്നു? നംചാ ബർവ എവിടെ കിടക്കുന്നു? അല്ലേ? സിന്ധു നദി ഇന്ത്യയുടെ ഇതിലൂടെ ഒഴുകി ഇങ്ങനെ പോകുന്ന നദിയാണ്. ഇവിടെ ഉള്ളത് നംഗപർവ്വതമാണ്. ഇങ്ങേ അറ്റത്ത് ഇവിടെയാണ് നംചാ ബർവ ഉള്ളത്. ശരിയല്ലേ? ഇതാണ് നംചാ ബർവ. നംചാ ബർവയെ ചുറ്റി ഒഴുകുന്നത് ബ്രഹ്മപുത്ര എന്ന നദിയാണ്, സാങ്പോ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര. സിന്ധു നദി അല്ല. അതുകൊണ്ട് ആദ്യത്തത് തെറ്റി. ശരിയല്ലേ? ആദ്യത്തത് തെറ്റ്. ഒന്നുള്ളതിനെല്ലാം കളയാം. ഓപ്ഷൻ ഡിയും പോയി, ഓപ്ഷൻ എയും പോയി. അത് രണ്ടും നമുക്കിനി വേണ്ട. രണ്ടാമത്തെ നോക്കി. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു എന്ന് പറയും. യമുന ഗംഗയോട് കൂടിച്ചേരുന്നത് അലഹബാദ്, പണ്ട് അലഹബാദ്, ഇന്ന് നമ്മൾ പ്രയാഗ്രാജ് എന്ന് വിളിക്കുന്ന സ്ഥലം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 3, കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ശരിയാണല്ലേ? കോസീനെ നമ്മൾ എന്താ വിളിക്കുക? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നൊരു നദിയാണ് കോസി നദി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതും ശരി തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് 2, 3, 4 ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ശരി ഉത്തരമായി. ശരിയല്ലേ? യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണോ? ആണ്, തീർച്ചയായിട്ടും അതെ. അത് യോജിപ്പിക്കുന്ന ഗംഗയുമായി യമുന കൂടിച്ചേരുന്ന അലഹബാദിൽ വെച്ചാണോ? തീർച്ചയായിട്ടും അതെ. ഇന്ന് അതിന് അലഹബാദ് എന്നല്ല, ഇന്നത്തെ പേര് പ്രയാഗ്രാജ് എന്നാണ്. എന്നിരുന്നാലും ഇവിടെ നിങ്ങൾക്ക് അലഹബാദിന് പകരം വരാനിരിക്കുന്ന ചോദ്യത്തിൽ അത് പ്രയാഗ്രാജ് എന്ന് കണ്ടാലും അത് ശരി വെച്ച് കൊടുത്തേക്കണം നിങ്ങൾ. കാരണം അലഹബാദ് തന്നെയാണ് ആര്? പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. ക്ലിയർ? റൈറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കോസി ബീഹാറിൻ്റെ ദുഃഖം ശരിയാണ്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞതും ശരിയാണ്. ഇവിടെ എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നു. ടിബറ്റിലെ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കറക്റ്റാണ് കേട്ടോ. അല്ല, ബ്രഹ്മപുത്ര അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഏതെങ്കിലും തടാകം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നത് തെറ്റാണ്. തടാകം ചിലപ്പോൾ മാനസരോവർ തന്നെയായിരിക്കും, പക്ഷേ ഈ സ്ഥലം ഇന്ത്യയിലെ മാനസരോവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇന്ത്യയിൽ എന്തില്ല? മാനസരോവറിലെ ടിബറ്റിലേ ഉള്ളൂ. ക്ലിയർ? ശരി, അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ചോദ്യത്തിൽ ഫുള്ള് വായിക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. PSC സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ട് ശരി എന്ന രീതിയിൽ തന്നെ തരും. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വാക്ക് മാത്രം ഒന്ന് മിസ്പ്ലേസ് ചെയ്തൊക്കെ തരാറുണ്ട്. അങ്ങനെ തരുമ്പോൾ പൊതുവേ ആവേശം കൂടുതലുള്ള കുട്ടികൾ അത് വായിച്ച് പെട്ടെന്ന് ശരിയെന്ന രീതിയിൽ മാർക്ക് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ വരുമ്പോൾ അവർ നെഗറ്റീവ് അടിക്കും. PSCക്ക് അത് സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം. യെസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിരിക്കുന്നതാണ് കേട്ടോ. ബ്രഹ്മപുത്ര, one of the largest rivers of the world, has its origin in the Chemengdung Glacier of the Kailash Ranges near the Manasarovar Lake. The Yamuna, the westernmost and the longest tributary of the Ganga, has its source in the Yamunotri Glacier on the western slopes of Banderpunj Range, and it joins the Ganga at Prayagraj അല്ലെങ്കിൽ
അലഹബാദ്. രണ്ടും തന്നിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അല്ലേ. ഇത് ബീഹാർ നമ്മുടെ കോസിയെ പറ്റി പറഞ്ഞേക്കുന്നതാണ്. കണ്ട, സൊറോ ഓഫ് ബംഗാൾ, ബംഗാളിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു ഈ നദി എന്നുള്ളതിൻ്റെ ഒരു സ്നിപ്പറ്റും കൂടി എടുത്തു തന്നിരുന്നതാണ്. ക്ലിയർ? ഇത് കണ്ടോ, നംച പർവ, ഇവിടെ നംഗ പർവ, ഇവിടെയാണ് സിന്ധു നദി വരുന്നത്, ഇവിടെ അല്ല, അതായിരുന്നു തെറ്റിപ്പോയത്. ക്ലിയർ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ വേണ്ടി അടച്ച ഡാം ഏതാണ്? ഇടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചെനാബ് നദിയിലേക്കുള്ള വെള്ളം പാകിസ്ഥാനിലേക്ക് വിടുന്നതിന് തടഞ്ഞു. ശരിക്കും അത് സിന്ധു നദീജല കരാർ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ ഒരു കരാർ അടിസ്ഥാനത്തിൽ അത് തെറ്റായ നടപടിയാണ്. ഇന്ത്യ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇന്ത്യക്കുള്ളിലൂടെ ഒഴുകുന്ന നദി ഇന്ത്യക്ക് എന്തും ചെയ്യാം. അതൊരു എക്സ്ട്രീം സിറ്റുവേഷനായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തത്. അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് ഇന്ത്യ വുഡ് ഹവ് നെവർ ഡൺ ദാറ്റ്. അല്ല, ഇന്ത്യ അങ്ങനെ ചെയ്യില്ല. നോർമൽ സർക്കംസ്റ്റാൻസസിൽ ഇന്ത്യ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ പഹൽഗാം തീവ്രവാദ ആക്രമണം, അല്ലെങ്കിൽ ഭീകരാക്രമണം എന്നത് തീർത്തും മനുഷ്യത്വത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളൊരു ആക്രമണമായിപ്പോയി. സിവിലിയൻസിന് എഗെയിൻസ്റ്റായിട്ട് തീവ്രവാദികൾ നിറയൊഴിക്കുന്നതും തീർത്തും ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നില്ല. യുദ്ധം പ്രഖ്യാപിക്കുന്നതാണോ അല്ലയോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും അത് വളരെയധികം മോശപ്പെട്ട, തീർത്തും ഭീരുത്വമേറിയ, നെറികെട്ടൊരു ആക്ടിവിറ്റി ആയിരുന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു തീരെ ഒരു സംസ്കാരമില്ലാത്ത രീതിയിലേക്ക് പോയ അവരോട് എന്ത് നദീജല കരാർ എന്നാണ്. എന്തോരം കരാറുകൾ അതിർത്തിയിൽ ഈ പറയുന്ന തീവ്രവാദം നിർത്തലാക്കുക, നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുക, വെടിനിർത്തൽ കൊണ്ടുവരിക, ഇതൊക്കെ കരാറുകൾ, ഇങ്ങനെ പല കരാറുകൾ ഒപ്പുവെച്ചിട്ടുള്ളതൊക്കെ അല്ലേ ഇവരും. അവരൊന്നും അത് പാലിക്കുന്നില്ല. പിന്നെ എന്ത് നദീജല കരാർ, അതെന്തിന് നമ്മൾ പാലിക്കണം? തീർത്തും കട്ടായം തീരുമാനമെടുക്കുകയും ചെനാബ് നദിയിലെ നീരൊഴുക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് പാകിസ്ഥാനിൽ സിന്ധുവിന് അങ്ങോട്ട് നദികൾ പോയാലേ ഉള്ളൂ കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടു. പാകിസ്ഥാൻ്റെ എൻ്റെ കാർഷിക മേഖല തകിടം മറിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പ്രഷർ പാകിസ്ഥാൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നദിയിലെ ജലം പോകുന്നതിനെ തടഞ്ഞത്. അപ്പം അതിൽ ഏതണക്കെട്ടിനെ അടച്ചുകൊണ്ടാണ് അത് സംഭവിപ്പിച്ചത് എന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്, റീസെൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഭക്രാനങ്കൽ, ഫരാക്കെ ഡാം, സർദാർ സരോവർ ഡാം, ഭാഗ്ലിഹാർ ഡാം. ഇതിൻ്റെ ഉത്തരം ആക്ച്വലി ഭാഗ്ലിഹാർ ഡാമാണ് കേട്ടോ. ഭാഗ്ലിഹാർ ഡാം ചെനാബ് നദിയിലുള്ള ഭാഗ്ലിഹാർ ഡാമാണ് അന്ന് ഈ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം ചെനാബ് നദിയിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അടച്ച നദി എന്ന് പറയുന്നത്, അണക്കെട്ടെന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യ കട്ട്സ് ഓഫ് വാട്ടർ ഫ്ലോ ടു പാകിസ്ഥാൻ ഫ്രം ദി ബാഗ്ലിഹാർ ഡാം ഇൻ ദ വെയ്ക്ക് ഓഫ് പഹൽഗാം ടെറർ അറ്റാക്ക്. അന്ന് ആകാശവാണിയുടെ വെബ്സൈറ്റിൽ കണ്ട ഒരു തലക്കെട്ടാണ്. ഇത്തരം തലക്കെട്ടിൽ നിന്ന് നമുക്കിത് വ്യക്തമായി. ഈ ഇൻഫർമേഷൻ പക്ഷേ റീജിയണൽ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് അറിയില്ല. മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പർട്ടിക്കുലർലി ആ ഒരു വെള്ളം തടയുന്നത് ഒരു നദീജല കരാറിൻ്റെ ലംഘനമായതുകൊണ്ട് ഒരു പക്ഷേ പത്രത്തിൽ അന്ന് റീജിയണൽ ന്യൂസ് പേപ്പേഴ്സിലും വന്നിട്ടുണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല. ബട്ട് എനി ഹവ് ആകാശവാണിയുടെ വെബ്സൈറ്റിലും മറ്റുമൊക്കെ ഇത് വന്നിട്ടുണ്ട്. ബാക്കി നാഷണൽ കവറേജസിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭാഗ്ലിഹാർ ഡാം ആണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ച് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, നൗ വി ഹാവ് എ ക്വസ്റ്റ്യൻ ഓഫ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ്. ഇതൊന്ന് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദ്യം. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 2 ലിസ്റ്റുകൾ തന്നിരിക്കുന്നു. ഇവിടെ കൃത്യമായ കണക്കുകളൊന്നും ഇല്ലാത്തൊരു ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഇന്നതെന്ന് മാത്രം ഒന്നുമില്ല. ചെനാബ്, ചമ്പൽ, ബ്രഹ്മപുത്ര, നർമ്മദ, അതുപോലെ സാങ്പോ, ദ്വാന്തർ ഫോൾസ്, ബാരലച്ചല, ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് തന്നിരിക്കുന്നത്. അവനവൻ അനുയോജ്യമായവരെ തിരഞ്ഞെടുത്തോളുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, ബ്രഹ്മപുത്ര സാങ്പോ. C1 വരുന്നു എന്ന് പറയുമ്പോൾ
ഈ രണ്ടെണ്ണവും പോവും, എലിമിനേറ്റ് ആവും. ശരിയല്ലേ? ബ്രഹ്മപുത്രയെ സാങ്പോ ആയിട്ടല്ലാണ്ട് വേറൊന്നുമായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ? പിന്നെയുള്ളത് D2 ആയിട്ട് കണക്ട്. നർമ്മദ, യെസ്, ദുവാന്തർ ഫോൾസ്. നർമ്മദ, ദുവാന്തർ ഫോൾസ്, അത് ഓൾറെഡി 2ലും ഉണ്ട് കേട്ടോ, 2ലും ഉണ്ട്. പിന്നെയുള്ളത് ചെനാബാണ് നമ്മുടെ ബാരാലച്ചാല പാസുമായി ബന്ധപ്പെട്ട് കണക്റ്റഡായി നിൽക്കുന്നത്. ചമ്പൽ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി, ചമ്പൽ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫിയിലൂടെ ഒഴുകുന്ന നദിയുമാണ്. അങ്ങനെ വരുമ്പോൾ ചെനാബ് ബാരാലച്ചാല എന്ന് പറയുമ്പോൾ A3 വരണം. A3 വരുന്നത് ഓപ്ഷൻ ബി. അപ്പോൾ എയും പോയി, ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ട് പിള്ളേരെ? ഇവിടെ നമുക്ക് 2-3 എണ്ണം അറിയാമെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ 2 എണ്ണം വരെയും കിട്ടും. ഇപ്പോൾ ചെനാബ് എനിക്കറിയാം, ബ്രഹ്മപുത്ര എനിക്കറിയാം. ഈ 2 എണ്ണത്തിൻ്റെയും കണക്ഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉത്തരമായി കഴിഞ്ഞിരുന്നു. പക്ഷേ നർമ്മദ എനിക്കറിയാമായിരുന്നു, നർമ്മദ ദുവാന്തർ ഫോൾസ് അറിയാമായിരുന്നു. പക്ഷേ ആ നർമ്മദ, ബ്രഹ്മപുത്ര ഇത് രണ്ടും വെച്ച് മാത്രമേ എനിക്ക് 2 എണ്ണത്തിന് എലിമിനേറ്റ് ചെയ്യാനേ സാധിച്ചുള്ളൂ. ബട്ട് എനിഹ ഓർത്തേക്കുക, ചെനാബാണ് ബാരാലച്ചാല ചുരം പാസ് ചെയ്ത് വരുന്നത്, ചമ്പൽ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫിയിലൂടെ. ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ ടിബറ്റിലെ, നർമ്മദയിലെ വെള്ളച്ചാട്ടം ദുവാന്തർ വെള്ളച്ചാട്ടം. അപ്പോൾ ഓരോന്നും തന്നേക്കുന്നത്, ഒന്ന് അതിൻ്റെ തുടക്ക സ്ഥലത്തുള്ള പേര്, അതിലുള്ള വെള്ളച്ചാട്ടം, ഓക്കെ, അതൊഴുകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന രീതിയിൽ പലതും ചോദിച്ചിട്ടുണ്ട്. സോറി, യെസ്, എന്ന രീതിയിൽ പലതും എന്ന രീതിയിൽ ചോദിച്ചു കേട്ടോ. പല ചോദ്യമായി, അല്ലെങ്കിൽ പല ഏരിയാസാണ് ഇവിടെ ലിസ്റ്റ് 2-നകത്ത് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറൊന്നും അല്ല, നമ്മൾ കണ്ടു. ക്ലിയർ അല്ലേ? കണ്ടോ, ദ ചമ്പൽ ഈസ് ദി ഫേമസ് ഫോർ ഇറ്റ്സ് ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി കോൾഡ് ചമ്പൽ റാവീൻസ്. നമ്മൾ പഠിച്ചതാണ് എന്നൊരു വിശ്വാസം അല്ലേ? ചമ്പൽ അതിൻ്റെ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫിയിൽ ഫേമസ് ആണ്, ചമ്പൽ റവീൻസ് എന്ന് പറഞ്ഞിട്ട്. യെസ്, ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ. ദുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദയിലാണ് എന്നും ഉള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും നമ്മൾ കണ്ടതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇന്ത്യൻ റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ? ഇതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഒന്ന്, ദ ചെനാബ് ഈസ് ദി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. 2, ദ ഗോദാവരി ഈസ് ദി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. 3, കൃഷ്ണ റിവർ റൈസസ് ഇൻ ദി ബ്രഹ്മഗിരി റേഞ്ച് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ്. 3, ദ സർദാർ സരോവർ ഡാം ഇസ് ബിൽറ്റ് ഓവർ ദി നർമ്മദ റിവർ ഇൻ ഗുജറാത്ത്. അപ്പോൾ ഇതിലേതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം. സിന്ധു നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആരാ? ചെനാബ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആദ്യത്തത് ശരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത്, നമ്മൾ ഇനിയാണ് പഠിക്കുകയെങ്കിലും ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരിയാണ്, അതും ശരിയാണ്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദയിൽ തന്നെയാണ്, സംസ്ഥാനം ഗുജറാത്തുമാണ്, അതും ശരിയാണ്. അപ്പോൾ ഇത് 3ഉം ശരിയായ സ്ഥിതിക്ക്, പക്ഷെ പ്രഥമദൃഷ്ടിയാൽ വായിക്കുമ്പോൾ കൃഷ്ണ റൈസസ് ഇൻ ദ ബ്രഹ്മഗിരി റേഞ്ച് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ്, അത് ശരിയാകണം. വെസ്റ്റേൺ ഘട്ട്സിലാണ് കൃഷ്ണ നദിയുടെ ഒറിജിൻ നമുക്കറിയാം. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കൃഷ്ണ നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ തെറ്റ്? ബ്രഹ്മഗിരി റേഞ്ച് എന്നുള്ളതാണ് തെറ്റ്. എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആശാൻ? മഹാബലേശ്വർ. എവിടെ നിന്നാണ്? മഹാബലേശ്വർ. ബ്രഹ്മഗിരി കുന്നുകളല്ല, പകരം മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണനദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഓപ്ഷൻ സി തെറ്റാനുള്ള കാരണം. പിടികിട്ടുന്നുണ്ടോ? ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? തെറ്റുത്തരവാണ്. ചോദ്യത്തിൽ എന്താ കണ്ടുപിടിച്ച് ചോദിച്ചേക്കുന്നേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നല്ലേ? ഉത്തരം ഏതാ എൻ്റെ? ഓപ്ഷൻ സി. പിടികിട്ടിയോ? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. നിസ്സംശയം എനിക്കത് പറയാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ബാക്കിയുള്ള ഓർത്തിരുന്നാൽ മതി കേട്ടോ. ചെനാബാണ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി നമ്മൾ പഠിച്ചു. ഗോദാവരിയുടെ കാര്യം നമ്മൾ ഇനി പഠിക്കും, എന്തായാലും ഓർത്തിരിക്കുക. പിന്നെ സർദാർ സരോവർ ഓൾറെഡി നമ്മൾ പഠിച്ചു, ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് 3 എനിക്ക് ഉറപ്പാണെന്നുണ്ട്, ശരിയാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സി ആണ് ശരി. ഇവിടെ നമ്മുടെ തെറ്റിപ്പോയ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനൊക്കെ തരാം, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒക്കെ ആയിട്ട് തരാം. അടുത്ത ചോദ്യം, യെസ്, the Shahpur Khandi Dam project, situated at the Punjab, Jammu and Kashmir border, is located on which river? ഷാഹ്പൂർ ഖണ്ഡി ഡാം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഏത് നദിയിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ബിയാസ് ആണോ, രവിയാണോ, ജലമാണോ, ചെനാബാണോ? ഉത്തരം രവിയാണ്. ഷാഹ്പൂർ ഖണ്ഡി ഡാം, ഷാഹ്പൂർ ഖണ്ഡി ഡാം പ്രൊജക്റ്റ് ഏതിലാത്ത വരുന്നത്?
രവി നദിയിലായിട്ടാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നതുള്ളൂ. മനസ്സിലാക്കി. ഇതും എഗെയിൻ ന്യൂസ് കട്ടിങ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. 2024 ഫെബ്രുവരിയിലേതാണ്, കുറച്ച് പഴയ ഇൻഫർമേഷനാണ്. ഇന്ത്യ സ്റ്റോപ്സ് രവി വാട്ടർ ഫ്ലോ ടു പാകിസ്ഥാൻ വിത്ത് എ ഡാം ഇൻ പഞ്ചാബ്. പഞ്ചാബിൽ ഒരു ഡാം പണിതുകൊണ്ട് രവി നദിയുടെ ഒഴുക്ക് പഞ്ചാബിലേക്ക് പോകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം രവി നമ്മുടെ നദീജല കരാർ പ്രകാരം നോക്കിയാലും നമുക്ക് അവകാശപ്പെട്ട നദിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് ആ നദി വെള്ളം ഉപയോഗിക്കാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡാം പണിയാനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ തലക്കെട്ടുകൾ വന്നിരിക്കുന്നത്. ഒരു പരിധിവരെ അതിലൊരു ശരിയുണ്ടോ എന്നും നമുക്ക് സംശയിക്കേണ്ടി വരുന്നുണ്ട്. ബട്ട് എനി ഹൗ ഏതിലാണ്? രവി നദിയിലാണ് കേട്ടോ, രവി നദിയിലാണ് എന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. മറ്റൊരു ചോദ്യമാണ് ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. പോങ് ഡാം, മേട്ടൂർ ഡാം, തെഹ്രി ഡാം, ജവഹർ സാഗർ ഡാം. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. പോങ് ഡാം എന്ന് പറയുന്നത് എന്തായാലും അവിടെ അല്ല. തെഹ്രി കറക്റ്റ് അല്ലേ? ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. പോങ് ഡാം എന്ന് പറയുന്നത് തെറ്റാ. പോങ് ഡാം വരുന്നത് ബിയാസിലാണ്. അപ്പോൾ അതും തെറ്റി, ഇതും തെറ്റി. മേട്ടൂർ ഡാം കാവേരി, യെസ്, മേട്ടൂർ ഡാം കാവേരി, ദാറ്റ് ഈസ് ട്രൂ. തെഹ്രി ഡാം ഭാഗീരഥി, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ ഏതാ ഉത്തരം വരിക? ഓപ്ഷൻ ബി. ഒന്ന് തെറ്റാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഒന്ന് തെറ്റാണെങ്കിൽ ഇതും പോയി, ഇതും പോയി. രണ്ട് ശരിയാണെന്ന് നമുക്കറിയാം. രണ്ട് ശരിയാണെങ്കിൽ രണ്ടുള്ളത് എന്തായാലും ഉത്തരത്തിൽ വരണം. അതുകൊണ്ട് ഇതും പോയി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. മേട്ടൂർ ഡാം കാവേരിയിലും തെഹ്രി ഡാം ഭാഗീരഥി. അപ്പോൾ തെഹ്രി ഡാം നമ്മൾ 2 തവണയായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. തെഹ്രി ഡാം ശ്രദ്ധിച്ചേക്കുക, ജമ്മു ആൻഡ് കാശ്മീരിൽ ഭാഗീരഥി നദി അല്ലേ. തെഹ്രി ഡാം ഒന്ന് നോക്കി വയ്ക്കുക. അല്ല, തെഹ്രി ഡാം ഭാഗീരഥി നദിയിൽ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്നത്? വടക്കു പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിശയിൽ ലഡാക്കിനും സസ്കറിനും ഇടയിലായി ഒഴുകുന്ന നദി ഏതെന്നാണ് ചോദ്യം. ഏതാ നദി? സിന്ധു നദി. ഇവിടെ തന്നിട്ടുണ്ടല്ലേ, ഓപ്ഷൻ ഡി, സിന്ധു ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ സിന്ധു നദി മാനസ സരോവറിനടുത്ത് ഒറിജിനേറ്റ് ചെയ്ത് ഒഴുകി വരുമ്പോൾ അവൻ ലഡാക്കിനും സസ്കറിനും ഇടയിലൂടെയാണ് ഇന്ത്യയിലൂടെ ഒഴുകി പോകുന്നത് നമ്മൾ പഠിച്ചതാണ്. ശരിയല്ലേ? ഇത് രണ്ടിടങ്ങളിൽ പഠിച്ചു. നമ്മൾ സിന്ധുവിൻ്റെ നദിയെപ്പറ്റി പഠിച്ചപ്പോഴും പറഞ്ഞു, അല്ലാണ്ട് ഉത്തരപർവ്വത മേഖല പഠിച്ചപ്പോഴും ട്രാൻസ് ഹിമാലയം പഠിച്ചപ്പോഴും നമ്മളിത് പറഞ്ഞ കേസാണ്. 2 തവണ പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റിക്കരുത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. സിന്ധു നദി നംച ബർവയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ. അല്ല, ഇത് തെറ്റാണല്ലോ. വീണ്ടും അതൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു തോന്നുന്നു അല്ലേ. 2, യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കുടിച്ചേരുന്നു. ഇത് തന്നെയാണോ മറ്റേ ചോദ്യം? നേരത്തെ കണ്ട ചോദ്യം. കോസി ബിഹാറിലെ ദുഃഖം എന്ന് പറയും ബ്രഹ്മപുത്ര പേരിൽ. അതെ, ഇത് ഓൾറെഡി നമ്മൾ കണ്ട ചോദ്യമാണ് കേട്ടോ അല്ലേ. 2, 3, 4 ശരി ഉത്തരം വന്നത് നമ്മൾ കണ്ട ചോദ്യമാണ്. ഓൾറെഡി നമ്മൾ കണ്ട ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. കൃഷ്ണ, രവി, യമുന, അളകനന്ദ. ഏതാ ഹിമാലയൻ നദി അല്ലാത്തത്? ഇത് സംശയം പറയാം. ഏതാ? കൃഷ്ണ നദി. കൃഷ്ണ ഉപദ്വീപീയ നദിയാണ്, ഹിമാലയൻ നദിയല്ല. നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചാണ്, കൃഷ്ണ നദി നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ പഠിച്ചില്ലേ, അല്ലെ പറഞ്ഞില്ലേ. യമുന നദി ഹിമാലയനാണ്, യമുനോത്രി ഗ്ലേഷ്യർ. അളകനന്ദ ഹിമാലയനാണ്. രവി സിന്ധുവിൻ്റെ ട്രിബ്യൂട്ടറിയാണ് അല്ലേ. ഇതെല്ലാം അതുകൊണ്ട് പിന്നെ ഇവന്മാർ 2 ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്, യമുനയും അളകനന്ദയും. ഇത് സിന്ധുവിൻ്റെയും. ഓക്കെ, റൈറ്റ്. വിച്ച് ആർ ദി ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ ഇന്ത്യ? ഇത് നമ്മൾ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. ഈസ്റ്റ് ഫ്ലോയിൽ നമ്മൾ നർമ്മദയും താപ്തിനെയും കട്ട് ചെയ്തിട്ട് 1, 3 എന്ന് നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ സി പറഞ്ഞു. ഇതാണ് ആദ്യം കണ്ട ചോദ്യം ഇന്നത്തെ ഡിസ്കഷനിൽ. ശരിയല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം, അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. ദ ട്രിബ്യൂട്ടറീസ് അളകനന്ദ ആൻഡ് ഭഗീരഥി മീറ്റ് അറ്റ് ദേവപ്രയാഗ്. അങ്ങനെ അളകനന്ദയും ഭഗീരഥയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നതിന് ശേഷമാണ് അവനെ ഗംഗ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? യെസ്. ദി ഹെഡ് വാട്ടേഴ്സ് ഓഫ് ഗംഗ കോൾഡ് ഭാഗീരഥി, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈസ് ഫെഡ് ബൈ ദി ഗംഗോത്രി ഗ്ലേഷ്യർ ആൻഡ് ജോയിൻഡ് ബൈ ദി അളകനന്ദ അറ്റ് ദേവപ്രയാഗ് ഇൻ ഉത്തരാഞ്ചൽ. അറ്റ് ഹരിദ്വാർ
The Ganga emerges from the mountains to the plains. അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തം അല്ലെങ്കിൽ ശരിയാണെന്നത് ഉറപ്പാണ്. 2, റിവർ ഘംഘാര ഒറിജിനേറ്റ്സ് ഇൻ ദ ഗ്ലേഷ്യേഴ്സ് ഓഫ് മപ്ചുചംഗോ. ശരിയല്ലേ? The Ghanghara originates in the glaciers of Mapchachango after collecting the waters of its tributaries Tila, Seti and Beri. പഠിച്ചതാണ്, ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. സോ ബോത്ത് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് 1 and 2 ആർ കറക്റ്റ് എന്നതാണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണേ? അടിപൊളി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1, അയോധ്യ നഗരം സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. 2, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സാബർമതി തീരത്ത് സ്ഥിതി ചെയ്യുന്നു. 3, കൊൽക്കത്ത, ഹൗറ എന്നീ നഗരങ്ങൾ ഹൂഗ്ലി തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിലേതാ ഈ നദീതീരത്തെ പ്രധാന പട്ടണവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടേബിൾ ഡിസ്കസ് ചെയ്ത് തന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. അയോധ്യ, അഹമ്മദാബാദ്, ഗാന്ധിനഗർ, കൊൽക്കത്ത, ഹൗറ. ആദ്യം അയോധ്യ നമുക്ക് നോക്കാം. അയോധ്യ എവിടെയാണ് വരുന്നത് നോക്കി. അയോധ്യ സരയൂ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? അയോധ്യ സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പം ശരി. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ സാബർമതി തീരത്തെന്നാണ് തന്നേക്കുന്നത്. ആണോ? അഹമ്മദാബാദ് സബർമതി. ശരിയല്ലേ? കറക്റ്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരി. കൊൽക്കത്ത, ഹൗറ നോക്കാം. കൊൽക്കത്തയില്ല, കൽക്കട്ടയുണ്ട്. ഹൂഗ്ലി നദി. ഹൗറയുണ്ടോ? ഹൗറ ഇതിനകത്ത് തന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് അതും ശരി തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ഡിയും ശരി തന്നെയാണ്. അപ്പോൾ എല്ലാം ശരി തന്നെയാണെന്ന് തന്നെയാണ് ഇതിൻ്റെയും ഉത്തരമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ യുണീക് ഫിനോമിനൻ നോൺ ആസ് റിവർ പൈറസി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ഉറപ്പില്ല, നോക്കാം നമുക്ക്. റിവർ പൈറസി, വേർ വൺ റിവർ ക്യാപ്ചേഴ്സ് ദ ഫ്ലോ ഓഫ് അനദർ. ഇത് നമ്മൾ ഓൾറെഡി കണ്ട സാധനമാണ്. റിവർ പൈറസി ചെയ്യുന്ന പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. ബ്രഹ്മപുത്ര റിവറാണ് റിവർ പൈറസി. ഒരു നദി മറ്റൊരു നദിയുടെ വെള്ളത്തിനെ പിടിച്ചെടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ റിവർ പൈറസി എന്നുള്ളത് പറയാം. യാർലൂങ് സാങ്പോ എന്ന നദിയുടെ ഒഴുക്കിനെ ബ്രഹ്മപുത്ര പിടിച്ചെടുക്കുന്നു എന്ന രീതിയിൽ ബ്രഹ്മപുത്ര ഈ റിവർ പൈറസി ചെയ്യുന്ന ഒരു നദിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ. ഓക്കെ, റിവർ പൈറസി ഗേവ് ടവറിങ് Everest a growth spurt. Yes, തകണ്ടോ. എ കീ എക്സാമ്പിൾ ഓഫ് റിവർ പൈറസി ഇൻ ദി ബ്രഹ്മപുത്ര റിവറിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ അറിയപ്പെടുന്ന പേര് എന്തായിരുന്നു? സാങ്പോ, പത്മ, മേഘ്ന, ജമുന. പത്മ ഗംഗയാണ്. മേഘന ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ഒരുമിച്ച് ചേർന്നതിന് ശേഷമുള്ള പേരാണ്. ബ്രഹ്മപുത്രയുടെ മാത്രം പേര് ജമുന. സാങ്പോ അവൻ്റെ ടിബറ്റിലെ പേരാണ്. ശരിയല്ലേ? ടിബറ്റിലെ പേര്. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഏതാണ്? ജമുനയാണ് കേട്ടോ. ഓപ്ഷൻ സി, ജമുന ഇസ് ദി റൈറ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേര് ജമുന എന്നതാണ്. ഓക്കെ, റൈറ്റ്. ഓൾ റൈറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് PYQ ഡിസ്കഷൻസ്. കുറച്ച് ചോദ്യങ്ങൾ, വളരെ പ്രത്യേകതയുള്ള ചില ചോദ്യങ്ങളെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി ചില വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ തന്നെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കും സാധാരണയിൽ നമ്മൾ കാണുന്ന ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ 1-2 ചോദ്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും അതിൻ്റെ ഒരു രീതിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുവാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഏതെങ്കിലുമൊക്കെ നദിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയിൽ നാഷണൽ അറ്റൻഷൻ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ, ദേശീയ തലത്തിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ഒരു കാരണവശാലും നിങ്ങൾ അറിയാതെ പോകരുത്. ചോദ്യമായി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ PYQ ഡിസ്കഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി
വരാനിരിക്കുന്ന മറ്റ് നദികളും വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും നമസ്കാരം. താങ്ക് യു.